ഗുരുവായൂരിൽ ഏപ്രിൽ 30-ന് 140 വിവാഹങ്ങൾ ബുക്കിംഗ് ഇതുവരെ കടന്നിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ദർശനത്തിനും താലികെട്ട് ചടങ്ങിനും ദേവസ്വം പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കുന്നുണ്ട്. ഇതിനു മുമ്പേ കഴിഞ്ഞ ഒരു ദിവസം ഉണ്ടായിട്ടുള്ള തിരക്കും പ്രശ്നങ്ങളും ഒക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. വൈശാഖ മാസ തിരക്ക് പ്രതീക്ഷിക്കുന്നതിനാൽ ഭക്തർക്ക് സുഗമമായ ക്ഷേത്ര ദർശനവും സമയബന്ധിതമായിട്ട് വിവാഹ ചടങ്ങുകളും നടത്താനാണ് ദേവസ്വം ക്രമീകരണങ്ങൾ സജ്ജമാക്കുന്നത്. സമയബന്ധിതമായി പൂർത്തിയാക്കാൻ പുലർച്ചെ 5 മണി മുതൽ കല്യാണങ്ങൾ നടത്തും. താലികെട്ടിനായിട്ട് കൂടുതൽ മണ്ഡപങ്ങൾ സജ്ജമാക്കും. താലികെട്ട് ചടങ്ങ് നിർവഹിക്കാൻ ക്ഷേത്രം കോയ്മമാരെ മണ്ഡപത്തിലേക്ക് അധികം നിയോഗിക്കും. വരനും വധുവും അടങ്ങുന്ന വിവാഹ സംഘങ്ങൾക്ക് നേരത്തെ എത്തി ക്ഷേത്രം തെക്കേ നടയിലെ പട്ടർകുളത്തിനോട് ചേർന്നുള്ള റിസപ്ഷൻ കൗണ്ടറിലെത്തി ടോക്കൺ വാങ്ങി പ്രത്യേക പന്തലിൽ വിശ്രമിക്കാം. താലികെട്ട് ചടങ്ങിന്റെ ഊഴമാകുമ്പോൾ ടോക്കൺ നമ്പർ പ്രകാരം ഇവരെ ക്ഷേത്രം സെക്യൂരിറ്റി വിഭാഗം മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലേക്കും അവിടെ നിന്നും കല്യാണ മണ്ഡപത്തിലേക്കും പ്രവേശിപ്പിക്കും. വരനും വധുവും കുടുംബാംഗങ്ങളും 4 ഫോട്ടോഗ്രാഫർമാരും ഉൾപ്പെടെ 24 പേർക്കേ പ്രവേശനമുണ്ടാകുള്ളൂ. ക്ഷേത്രത്തിൽ ക്രമാതീതമായ ഭക്തജന തിരക്ക് പ്രതീക്ഷിക്കുന്നതിനാൽ പുലർച്ചെ നിർമാല്യം മുതൽ ഭക്തരെ കൊടിമരത്തിന് സമീപം വഴി നേരെ നാലമ്പലത്തിലേക്ക് പ്രവേശിപ്പിക്കും. അനിയന്ത്രിതമായ തിരക്കുണ്ടാകുന്ന പക്ഷം ഭക്തജനങ്ങൾക്ക് സുഗമമായ ദർശനം ഉറപ്പാക്കുന്നതിന് ദേവസ്വം ഏർപ്പെടുത്തുന്ന ദർശന നിയന്ത്രണങ്ങളോട് ഭക്തജനങ്ങൾ പൂർണ്ണമായി സഹകരിക്കണമെന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയനും അഡ്മിനിസ്ട്രേറ്റർ KP വിനയനും അഭ്യർത്ഥിച്ചു. ത്രിമധുരം സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വാട്സപ്പ് ഗ്രൂപ്പിലും അംഗമാവാം. ജോയിൻ ബട്ടണിലൂടെ വന്നു കഴിഞ്ഞാൽ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അംഗമാവാൻ സാധിക്കുന്നതാണ്. ഹരേ കൃഷ്ണ.